ഹായ്, ഈ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ലെഡ്ജർ പോസ്റ്റിംഗ് ആണ്. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് പോലെ ഡേറ്റ്, ഫോളിയോ, പർട്ടിക്കുലാർസ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ബാലൻസ് എമൗണ്ട് എന്നാണ് ലെഡ്ജറിൻ്റെ കോളത്തിൻ്റെ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എങ്കിൽ ഇതിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക? ഇതിലേക്കുള്ള പോസ്റ്റിംഗ് വളരെ സിമ്പിളാണ്. അഥവാ ജേണലിലെ ആദ്യത്തെ എക്സാമ്പിൾ അഥവാ ബോട്ട് മിഷനറി റുപ്പീസ് 2 lakh എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നമ്മൾ ജേണലിൽ പാസ് ചെയ്തത് മിഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ്. അതിനെ ശരിക്കും നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? മിഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നല്ല, അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയാണെങ്കിൽ ഈ ഡെബിറ്റ് എൻട്രി ആയ മിഷനറി അക്കൗണ്ട് എന്ന് പറയുന്ന ഫസ്റ്റ് എൻട്രിയുടെ പിറകിൽ ബൈ എന്ന് പറയുന്ന പ്രിഫിക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വായിക്കേണ്ടത് ബൈ മിഷനറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ്. ആ പറയുന്ന എൻട്രി എങ്ങനെ നമ്മളെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം? അപ്പോൾ ഇവിടെ നമ്മൾ ലെഡ്ജറിൽ ആദ്യത്തെ അക്കൗണ്ട് വരക്കുമ്പോൾ ആദ്യത്തെ എൻട്രി അവിടെ മിഷനറി ആണെങ്കിൽ ഇവിടെ നമുക്ക് മിഷനറി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമുക്ക് ഇവിടെ വരക്കാം. ഇതുപോലെയാണ് മിഷനറി അക്കൗണ്ട് ഉണ്ടാവുക. ഇനി മിഷനറി അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക? മിഷനറി അക്കൗണ്ടിലേക്ക് നമുക്ക് എൻട്രി പോസ്റ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. മിഷനറി അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡേറ്റ് ഇവിടെ കൊടുക്കണം. അവിടെ ജനുവരി 4-ാം തീയതിയാണ് ഡേറ്റ് എങ്കിൽ ഇവിടെ സെയിം ഡേറ്റ് ജനുവരി 4 ഡേറ്റ് കോളത്തിൽ കൊടുക്കുക. ഇനി അവിടെ മിഷനറിയുടെ പ്രിഫിക്സ് ആക്ച്വലി ബൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് പ്രിഫിക്സ് 2 എന്ന് കൊടുക്കണം. എന്താണോ ഡേ ബുക്കിൽ അഥവാ ജേണലിൽ കൊടുത്ത ഒരു എൻട്രിയുടെ പ്രിഫിക്സ് അതിൻ്റെ റിവേഴ്സ് ആണ് ലെഡ്ജറിൽ കൊടുക്കേണ്ടത്. അപ്പോൾ മിഷനറിക്ക് ഡേ ബുക്കിലുള്ള പ്രിഫിക്സ് ബൈ ആണെങ്കിൽ ഇവിടെ നമ്മൾ 2 എന്ന് കൊടുത്തു. ലെഡ്ജറിൽ നമ്മൾ 2 എന്ന് പറയുന്ന പ്രിഫിക്സ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് പാസ് ചെയ്യേണ്ടത് ആക്ച്വലി ഡെബിറ്റ് കോളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ മിഷനറിയുടെ എമൗണ്ട് അവിടെ 2 lakh ആണെങ്കിൽ ഇവിടെ നമ്മൾ അതിനെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മിഷനറിക്ക് ബൈ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ലെഡ്ജറിൽ അതിൻ്റെ റിവേഴ്സ് പ്രിഫിക്സ് 2 എന്ന് കൊടുത്തു. 2 എന്ന് എഴുതിയത് കൊണ്ട് എമൗണ്ട് നമ്മൾ 2 lakh ഡെബിറ്റ് കോളത്തിൽ എഴുതി. ഇനി നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി പാസ് ചെയ്യണം. കറസ്പോണ്ടിങ് എൻട്രി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണോ മിഷനറിയുടെ ഓപ്പോസിറ്റ് എൻട്രി അതിവിടേക്ക് പാസ് ചെയ്യണം. അവിടെ മിഷനറിയുടെ ഓപ്പോസിറ്റ് എൻട്രി ക്യാഷ് ആണ്. അപ്പോൾ നമ്മളിവിടെ ടു ക്യാഷ് എന്ന് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്നു. അതോടുകൂടി മിഷനറിയുടെ അക്കൗണ്ടിലേക്കുള്ള എൻട്രി പോസ്റ്റിംഗ് ആയി. ജേണലിൽ നിന്ന് രണ്ടാമത്തെ ലെഡ്ജർ മാറ്റി ചെയ്തുകയാണെങ്കിൽ മിഷനറി നമ്മൾ പാസ് ചെയ്തു, ഇനി ക്യാഷ് അക്കൗണ്ട് ഇവിടെ പാസ് ചെയ്യണം. സെയിം പ്രൊസീജിയർ. അവിടുത്തെ ഡേറ്റ്, ജേണലിലെ ഡേറ്റ് ഇതുപോലെ ഇവിടെ തന്നെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്യാഷിന് കൊടുത്ത പ്രിഫിക്സ് 2 ആണ്. അപ്പോൾ അക്കൗണ്ടിൽ ഇവിടെ ബൈ എന്ന് കൊടുക്കണം. ബൈ എന്ന് എഴുതി കഴിഞ്ഞാൽ എമൗണ്ട് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് കോളത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അതിൻ്റെ എൻട്രി പർട്ടിക്കുലാർസ് കോളത്തിൽ പാസ് ചെയ്യണം. പർട്ടിക്കുലാർസ് കോളത്തിൽ അതിൻ്റെ എൻട്രി പാസ് ചെയ്യേണ്ടത് ക്യാഷിൻ്റെ അവിടുത്തെ ഓപ്പോസിറ്റ് എൻട്രി മിഷനറിയാണ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി മിഷനറി എന്ന് കൊടുക്കുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇനി രണ്ടാമത്തെ എൻട്രി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 3 lakh റുപ്പീസിൻ്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയാണെങ്കിൽ ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു പുതിയ എൻട്രി വന്നു. അപ്പോൾ നമുക്ക് ലെഡ്ജറിൽ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്താ അക്കൗണ്ടിൻ്റെ പേര്? പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഫോർമാറ്റ് സെയിം. ഡേറ്റ്, ഫോളിയോ, പർട്ടിക്കുലാർസ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ബാലൻസ് എമൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്ന് പറയുന്ന എക്സാമ്പിളിൽ നിന്ന് അല്ലെങ്കിൽ ആ എൻട്രിയിൽ നിന്ന് എങ്ങനെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാം? അവിടുത്തെ ഡേറ്റ് ഇവിടെ കൊടുക്കണം. ദെൻ പർച്ചേസിൻ്റെ പ്രിഫിക്സ് ഡേ ബുക്കിൽ അല്ലെങ്കിൽ ജേണലിൽ ബൈ ആണ്. അപ്പോൾ അക്കൗണ്ടിൽ 2 എന്ന് കൊടുക്കണം. 2 എന്ന് എഴുതിയാൽ എമൗണ്ട് 3 lakh ഡെബിറ്റ് കോളത്തിൽ കൊടുക്കണം. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി ഡേ ബുക്കിൽ അല്ലെങ്കിൽ ജേണലിൽ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി ക്യാഷ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പർട്ടിക്കുലാർസ് കോളത്തിൽ ടു ക്യാഷ് എന്ന് നമ്മൾ റിവേഴ്സ് എൻട്രി പാസ് ചെയ്യും. പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത അക്കൗണ്ട് ഏതാ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ്. അപ്പോൾ വീണ്ടും ക്യാഷ് വന്നു. അപ്പോൾ ഇനി വേറൊരു ലെഡ്ജറിൽ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കരുത്. ഓൾറെഡി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്യാഷ് അക്കൗണ്ടിലേക്ക് തന്നെ പോകും. അവിടെ ഓൾറെഡി ഒരു എൻട്രി ഉണ്ട്, അതിലേക്ക് തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്. ഡേറ്റ് ഏത് കൊടുക്കണം? അവിടെ കൊടുത്ത ഡേ ബുക്കിൽ കൊടുത്ത ഡേറ്റ് അഥവാ ജേണലിൽ കൊടുത്ത ഡേറ്റ് സെയിം ഇവിടെ കൊടുക്കുക. ക്യാഷിന് ഡേ ബുക്കിൽ കൊടുത്തിരിക്കുന്ന പ്രിഫിക്സ് ടു ക്യാഷ് എന്നാണ്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ഇവിടെ ബൈ എന്ന് കൊടുക്കുക. ബൈ എന്ന് എഴുതി കഴിഞ്ഞാൽ എമൗണ്ട് ഇവിടെ എവിടെ പാസ് ചെയ്യണം? ക്രെഡിറ്റിൽ പാസ് ചെയ്യണം. ലെഡ്ജറിൻ്റെ ക്രെഡിറ്റ് എമൗണ്ടിൽ പാസ് ചെയ്യണം. ഓപ്പോസിറ്റ് എൻട്രി ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. എന്താ ഓപ്പോസിറ്റ് എൻട്രി? ഡേ ബുക്കിൽ ഓപ്പോസിറ്റ് എൻട്രി പർച്ചേസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താ കൊടുക്കേണ്ടത്? ബൈ പർച്ചേസ് എന്ന പർട്ടിക്കുലാർസ് കോളത്തിൽ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഡേ ബുക്ക് അഥവാ ജേണലിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോസ്റ്റ് ചെയ്യുക? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക.
ഏത് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യുക. തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ബാലൻസ് കോളത്തിൽ എഴുതുക. 2 lakh ഡെബിറ്റിലുണ്ട്, അത് താഴേക്ക് ഇറക്കി എഴുതുന്നു. ക്രെഡിറ്റിൽ ഒന്നുമില്ല, അതുകൊണ്ട് താഴെ ക്രെഡിറ്റിൽ 0 എന്ന് എഴുതുന്നു. ഇനി അത് രണ്ടും തമ്മിൽ, ഈ രണ്ട് ടോട്ടലും തമ്മിലുള്ള വ്യത്യാസം 2 lakhും 0യും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട്? 2 lakh തന്നെയാണ്. 2 lakhും 0യും തമ്മിലുള്ള വ്യത്യാസം 2 lakh ആണ്. ആ 2 lakh നമ്മൾ ബാലൻസ് കോളത്തിൽ എഴുതും. ഡെബിറ്റിൽ 2 lakhും ക്രെഡിറ്റിൽ 0യുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെബിറ്റിലാണ് വലിയ സംഖ്യ. അതുകൊണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസിൻ്റെ പേര് DR എന്ന് കൊടുക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ലെഡ്ജർ വരച്ചാൽ, ലെഡ്ജർ വരക്കുന്നത് വളരെ എളുപ്പമാണ്, ലെഡ്ജർ പ്രിപ്പറേഷൻ വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാം. മാത്രമല്ല ഇങ്ങനെ വരക്കുമ്പോൾ, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം 2 lakh ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു മെത്തേഡിലാണ് എല്ലാ അക്കൗണ്ടുകളും നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത്. ഇതുപോലെ അക്കൗണ്ട്സ് നിങ്ങൾ പഠിച്ചാൽ അക്കൗണ്ട്സ് ഒക്കെ വളരെ സിമ്പിളാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനേക്കാളും വളരെ സിമ്പിളാണ് ഈ ജേർണലിന് പകരമായിട്ട് പ്രാക്ടിക്കൽ കോൺസെപ്റ്റിൽ നിങ്ങൾ ഡേ ബുക്ക് പഠിക്കുകയാണെങ്കിൽ. അത് പഠിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾക്ക് എക്സ്ക്ലൂസീവ് ട്രെയിനിങ് അത്യാവശ്യമാണ്. വളരെ ഷോർട്ട് വീഡിയോയിൽ അത് പോസിബിൾ അല്ല. അത് ശരിക്കും പഠിക്കാൻ നിങ്ങളൊരു 3 to 5 months വളരെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എക്സ്ക്ലൂസീവ് ട്രെയിനിങ് എടുത്താൽ പ്രാക്ടിക്കൽ അക്കൗണ്ട്സിൽ നിങ്ങൾ ശരിക്കും എക്സ്പേർട്ട് ആവും.